ജെൻസി തലമുറയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കൊറിയൻ സിനിമകളും ഗെയിമുകളും സംഗീതവുമൊക്കെയാണ്. സ്കൂൾ കുട്ടികൾ മുതൽ കൗമാരക്കാർ വരെയും ഡ്രാമയ്ക്കും ഫുഡിനും അടിമകളായി മാറുന്ന കാഴ്ച. കൊറിയൻ സംഗീതവും സിനിമകളും നൽകിയ വലിയ സ്വാധീനം അവരുടെ ജീവിത രീതിയിലും ഭക്ഷണത്തിലും ഉൾപ്പെടെയുണ്ട്. എന്തിനു പറയുന്നു, BTS, ബ്ലാക്ക് പിങ്ക് തുടങ്ങിയ മ്യൂസിക് ബാൻഡുകളോടുള്ള ഭ്രമം അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. കൊറിയക്കാരായ യുവാക്കളെ പ്രണയിക്കുന്ന മലയാളി പെൺകുട്ടികളെക്കുറിച്ചും ഇടയ്ക്ക് കേൾക്കാൻ കഴിയും. അതിൽ സാങ്കല്പിക പ്രണയങ്ങളുമുണ്ട്. എറണാകുളം തിരുവാങ്കുളത്ത് സ്കൂൾ വിദ്യാർത്ഥിനി പാറമടയിൽ ചാടി ജീവനൊടുക്കിയതോടെയാണ് അവളുടെ സാങ്കല്പിക കാമുകനെക്കുറിച്ച് നമ്മൾ കേട്ടത്. സമാനമായ രീതിയിൽ കൊറിയൻ ഗെയിമുകളുടെ അടിമകളായി ജീവനൊടുക്കിയ 3 സഹോദരിമാരെക്കുറിച്ച് കൂടി അറിയണം. ഗാസിയാബാദിലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ ഗെയിം കളിക്കുന്നത് വിലക്കിയതിൻ്റെ നിരാശയിലാണ്, അതോ ഗെയിം ടാസ്കിനെ തുടർന്നാണ്? കൊറിയൻ പ്രേമം നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കുകയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിങ്ങളുടെ മക്കൾ പതിവായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണോ? സ്ഥിരമായി ഓൺലൈൻ ഗെയിമുകൾ കളിക്കാറുണ്ടോ? അവർ ഏത് ഗെയിമുകളാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ പോലും അറിയാത്തൊരു മായിക ലോകത്താണ് ജെൻസി തലമുറ ജീവിക്കുന്നത്. കൊറിയൻ ഗെയിമുകളും പ്രണയങ്ങളും ഫാഷനുമാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഉത്തർപ്രദേശ് ഗാസിയാബാദിലെ ഒരു കുടുംബത്തിനുണ്ടായ ദുരന്തം നമ്മുടെ നാട്ടിലെ ഓരോ മാതാപിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കണം. ഓൺലൈൻ ഗെയിം കളിക്കുന്നത് വിലക്കിയതാണ് സഹോദരിമാരായ 3 പെൺകുട്ടികളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. 9 നിലയുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയാണ് 12ഉം 14ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ ജീവനൊടുക്കിയത്. അടുത്തിടെ പെൺകുട്ടികൾ കൊറിയൻ പേരുകളാണ് പരസ്പരം വിളിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. ഗാസിയാബാദിലെ ഫാരസ് സിറ്റിയിൽ പുലർച്ചെ 2ഓടെയാണ് സംഭവം. 12 വയസ്സുള്ള പഖി, 14 വയസ്സുകാരിയായ പ്രാചി, 16കാരിയായ നിഷിക എന്നിവരാണ് മരിച്ചത്. താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടിയാണ് സഹോദരിമാർ ജീവനൊടുക്കിയത്. കരയുന്ന മുഖമുള്ള ഇമോജിയും സോറി പപ്പ, ഐ ആം റിയലി സോറി എന്നെഴുതിയ കുറിപ്പും മുറിയിലെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സഹോദരിമാർ മൂവരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. കോവിഡ് കാലത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഇവർ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളായത്. കൊറിയൻ ലവ് ഗെയിം എന്ന ടാസ്ക് ബേസ്ഡ് ഗെയിമും ഇവർ കളിച്ചിരുന്നു. കുട്ടികൾ കളിക്കുന്ന ഗെയിമിൽ ടാസ്കുകൾ ഉള്ളതായി അറിയില്ലായിരുന്നുവെന്നും മക്കൾ എപ്പോഴും കൊറിയയിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നതായും പിതാവ് ചേതൻ കുമാർ പറഞ്ഞു. പോലീസ് ഫോറൻസിക് സംഘമെത്തി മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോഴാണ് കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളിൽ ടാസ്കുകൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായത്. उन्होंने गेमिंग के चक्कर में करा जी, गेमिंग टास्क पूरा करा जी। कौन सा गेम? हमें तो ये भी नहीं पता था। वो आया ना, वो जो वैन होती वो वो जो टीम आती है मोबाइल टीम, फोरेंसिक टीम ने बताया जी हमें सारी वेरिफिकेशन करके ये गेमिंग का था जी। सारा गेमिंग का था, हमें पता तब था पर नहीं मिलता जी। कब से गेम खेल ये गेम जी 2-3 साल से खेल रही थी। കുട്ടികളുടെ പിതാവ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇയാളുടെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് മൂത്ത പെൺകുട്ടി. ഇളയ 2 പേർ രണ്ടാമത്തെ ഭാര്യയിലുള്ളതാണ്. സ്ഥിരമായി മൊബൈൽ ഗെയിം കളിക്കുന്നതിനെ മാതാപിതാക്കൾ എതിർത്തിരുന്നു. കൊറിയൻ കണ്ടന്റ് മൂലം കുട്ടികൾ സ്വാധീനിക്കപ്പെട്ടുവെന്നാണ് മനസ്സിലാകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. മൊബൈൽ ഫോണിനോട് കുട്ടികൾ അഡിക്റ്റഡ് ആയിരുന്നു. പരീക്ഷയിൽ തോറ്റതിന്റെ വിഷമത്തിൽ കഴിഞ്ഞ 2-3 വർഷമായി ഇവർ സ്കൂളിൽ പോയിരുന്നില്ല എന്നാണ് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴി. പെൺകുട്ടികൾ ഒരു ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചിരുന്നു. ഗെയിം കളിച്ച് സ്വയം കൊറിയൻ രാജകുമാരിമാരായി ഇവർ സങ്കല്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു. എന്നാൽ ഗെയിമിലെ ടാസ്കിന്റെ ഭാഗമായിട്ടാണോ പെൺകുട്ടികൾ താഴേക്ക് ചാടിയതെന്ന് വ്യക്തമല്ല. ഫോണുകൾ കൂടുതൽ വിശദമായി പരിശോധിക്കാനും ഗെയിമിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടാനുമാണ് പോലീസിന്റെ തീരുമാനം. News 18 UP.
നമ്മുടെ പല വീടുകളിലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണം എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ട്. സ്നേഹം നഷ്ടപ്പെടുന്നതും പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്തതുമാണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാട്ട് വീട്ടിലും സംഭവിച്ചത് അതാണ്. +2 വിദ്യാർത്ഥിനിയായ ഏക മകളെ കൊലപ്പെടുത്തണമെന്ന് ഉമ്മർ ഫാറൂഖ് ഒരിക്കലും വിചാരിച്ചു കാണില്ല. എന്നാൽ പെട്ടെന്നുള്ള പ്രകോപനം അയാളെ കൊലയാളിയാക്കി മാറ്റി. മകൾ ജുമൈലിയെയും ബന്ധുവായ ഷെയ്ഖ് കുഞ്ഞിയെയും കൊലപ്പെടുത്തിയ കേസിൽ ഉമ്മറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതിനിടെ ഇരട്ട കൊലപാതകത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഹൃദയധമനിയിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ജുമൈലിയുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത്. പ്രതി ഉമ്മർ ഫാറൂഖിന്റെ മകൾ +2 വിദ്യാർത്ഥിനിയായ 18-കാരി ജുമൈല, ഭാര്യ സഹോദരിയുടെ ഭർത്താവ് 53 വയസ്സുള്ള ഷെയ്ഖ് കുഞ്ഞി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഷെയ്ഖ് കുഞ്ഞിയുടെ വീട്ടിലാണ് കൊല്ലപ്പെട്ട ജുമൈലയും ഉമ്മ താഹിറയും താമസിച്ചിരുന്നത്. ഉമ്മർ ഫാറൂഖും താഹിറയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഇരുവരുടെയും ബന്ധുക്കൾ ഒത്തുകൂടിയിരുന്ന സമയത്താണ് വാക്കുതർക്കമുണ്ടായതും കൊലപാതകങ്ങളിൽ കലാശിച്ചതും. വിവാഹബന്ധം വേർപിരിയുന്നെങ്കിൽ തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ചതും പിന്നീട് ഭാര്യയുടെ പേരിലാക്കി മാറ്റിയതുമായ 10 സെന്റ് സ്ഥലം തിരിച്ച് എഴുതിത്തരണമെന്ന് ഉമ്മർ ഫാറൂഖ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സ്വത്ത് മകളുടെ പഠനത്തിനും മറ്റും വേണമെന്നായിരുന്നു താഹിറയുടെ നിലപാട്. ഷെയ്ഖ് കുഞ്ഞിയും ഈ ആവശ്യം ഉന്നയിച്ചതോടെ പ്രകോപിതനായ ഉമ്മർ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇയാളെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെ സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമൈല തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കഴുത്തിലും വയറ്റിലും കുത്തേറ്റത്. സംഭവ സമയത്തെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ജുമൈലയെ ആദ്യം ഉപ്പളയിലെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജുമൈലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഷെയ്ഖ് കുഞ്ഞിയും ഉണ്ടായിരുന്നെങ്കിലും കാലിലെ മുറിവിൽ നിന്ന് രക്തം വാർന്ന് അവശനായി. മംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് അടുത്ത ദിവസം രാവിലെയാണ് ഇയാളും മരിച്ചത്. ഹൃദയധമനിയിൽ ആഴത്തിലുള്ള മുറിവാണ് ജുമൈലയുടെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലെ വിവരം. വലതു തുടയിൽ ആഴത്തിലുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്നു പോയതും തുടർന്നുണ്ടായ ഹൃദയാഘാതവുമാണ് ഷെയ്ഖ് കുഞ്ഞിയുടെ മരണത്തിന് കാരണമായത്. ആക്രമണം നടത്താൻ പ്രതി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന. പ്രതി പുതിയ കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. മകളെയും സ്വത്തും നഷ്ടപ്പെടുമെന്ന തോന്നലാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ന്യൂസ് 18 കാസർഗോഡ്. ലൈംഗികാരോപണ കേസിൽ പ്രതിയായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി യുവതികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. അതിൽ രാഷ്ട്രീയ എതിരാളികളെക്കാൾ സ്വന്തം സംഘടനയിലെ സ്ത്രീകൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ അയാളെ പ്രതിരോധത്തിലാക്കി. എന്നാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ രാഹുൽ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ്. ഇതോടൊപ്പം നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് MA ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ DGPക്ക് പരാതി നൽകി. മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ സ്വീകരിക്കാനും ആലോചിക്കുന്നുണ്ട്. MA ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ DGPക്ക് പരാതി നൽകിയത്. മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ ഉണ്ടാകും. അതിനായി വക്കീൽ നോട്ടീസ് അയക്കാനും ആലോചനയുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. ഷഹനാസിനെതിരെ കേസെടുക്കണം. ഗൂഢാലോചന നടത്തിയാണ് ഷഹനാസ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം. സാരിയുടുത്ത ഫോട്ടോയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതമാണെന്ന് അഭിഭാഷകൻ പറഞ്ഞു. അവർ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാരി ഉടുത്തൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കമൻറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ. അതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളുടെ ഫാക്റ്റ് എടുത്ത് കാണിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. ഇതെല്ലാം കാണിച്ചിട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി എടുക്കണം. എന്താണ് ഈ ഗൂഢാലോചന, അവർ മാത്രമല്ല വേറെ പല ആൾക്കാരും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നടക്കുന്ന ഗൂഢാലോചന എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതാരെങ്കിലും
ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ ഗൂഢാലോചന നടത്തി ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ കേസ്. ഷഹനാസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടുകെട്ടണമെന്നും കൂടുതൽ അപകീർത്തികരമായ പരാമർശങ്ങൾ വരുന്നത് തടയണമെന്നും DGPക്ക് രാഹുൽ നൽകിയ പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഗുരുതര ആരോപണവുമായി MA ഷഹനാസ് കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു. രാഹുൽ കോഴിയാണെന്ന് പണ്ടേ അറിയാം. കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇയാൾക്കറിയാം. രാഹുലിനെ ആദ്യമേ മനസ്സിലാക്കിയതുകൊണ്ട് നിർത്തേണ്ടിടത്ത് നിർത്തിയെന്നും ഷഹനാസ് ആരോപിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. റീൽസുകളുടെ കാലമാണിത്. എന്തിനും ഏതിനും റീൽസ് ഇടുന്ന സംസ്കാരം നിരവധി മനുഷ്യരുടെ ജീവിതം തന്നെ തകർക്കുന്നുണ്ട്. സാധാരണക്കാർ മാത്രമല്ല, പോലീസുകാർ പോലും പ്രമോഷന് വേണ്ടി റീൽസ് ഇടുന്ന കാഴ്ച. കൊല്ലം പത്തനാപുരത്ത് പോലീസ് ജീപ്പ് ഇടിച്ചു തകർത്ത കേസിലെ പ്രതിയെ പോലീസ് മർദ്ദിക്കുന്നതും പിന്നീട് അയാൾ മാപ്പ് അപേക്ഷിക്കുന്നതുമൊക്കെ റീൽസ് വീഡിയോയായി പുറത്തു വന്നതാണ്. പിഴവൂർ സ്വദേശി സജീവിനെ അറസ്റ്റ് ചെയ്ത ശേഷം നിർബന്ധിച്ച് തലമുടി വെട്ടുകയും മാപ്പ് പറയിപ്പിച്ച് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത നടപടി വിവാദമായിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സജീവിൻ്റെ കുടുംബം രംഗത്തെത്തി. നീതി തേടി മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. പത്തനാപുരം പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന അതിക്രമത്തിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന സജീവിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഈ സമയത്ത് പ്രതി പോലീസിന് നേരെ നായകളെ ഇറക്കിവിട്ടെന്നും ഒളിവിൽ പോകുന്നതിന് മുൻപ് തന്നെ സജീവ് മുടിയും താടിയും വെട്ടിയെന്നുള്ള പോലീസ് വാദങ്ങൾ കളവാണെന്നും ഭാര്യ സിന്ധുവും മറ്റു ബന്ധുക്കളും ആരോപിക്കുന്നു. റീൽസ് തയ്യാറാക്കി റീച്ച് കിട്ടാൻ വേണ്ടി പോലീസ് നടത്തിയ നാടകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സജീവിനെ അറസ്റ്റ് ചെയ്ത ശേഷം നിർബന്ധിച്ച് തലമുടി വെട്ടുകയും മാപ്പ് പറയിപ്പിച്ച് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയുമായിരുന്നു. ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷവും ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. കാലിന്റെ പാദത്തിൽ പൊക്കി നിർത്തി ഒരുപാട് അടിച്ചിട്ട് മുട്ടിന് താഴെ ലാത്തി കൊണ്ട് ഒരുപാട് അടിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ പാടുകളും ചതവുകളും ഉണ്ട്. എന്നിട്ട് ആ കിടന്ന കിടത്തിൽ പുറത്ത് ചവിട്ടി നാപ്പിക്ക് ചവിട്ടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ അവിടെ നിന്നില്ല, അവിടെ നിന്ന് പോരുമായിരുന്നെന്നാണ് വീട്ടിലെ ആള് പറഞ്ഞിരിക്കുന്നത്. പോന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ എവിടെയോ വന്നിട്ടാണ് അവർ ആ തലമുടിയൊക്കെ പോലീസ് തന്നെയാണ് വെട്ടിച്ചത്. ആ തലമുടി പോലീസ് അവര് ഡ്രിമ്മർ കൊണ്ടുവന്ന്, അവരുടെ കയ്യിൽ ഡ്രിമ്മർ ഉണ്ടായിരുന്നു, ഡ്രിമ്മർ ഉപയോഗിച്ച് മുടിയും മീശയും ദീക്ഷ എല്ലാം അവരെടുക്കുമായിരുന്നു. പത്തനാപുരത്ത് നിന്ന് വിട്ടു പൊയ്ക്കോളാം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിൽ കൈകളോട് പറയിപ്പിച്ചു. അങ്ങനെ ഒരു റൈറ്റ് പോലീസിനുണ്ടോ? അച്ഛന്റെ മരണത്തെ തുടർന്ന് ആചാരത്തിന്റെ ഭാഗമായി വളർത്തിയ തലമുടിയാണ് പോലീസ് വെട്ടിയത്. പോലീസ് നിർബന്ധിച്ച് ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച് പരിഹസിച്ചതായും ഇവർ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ നീതി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് നിലപാട്. ക്ഷേത്ര ഭാരവാഹിയുമായുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് 2 ആഴ്ച മുമ്പാണ് ക്ഷേത്രത്തിലേക്ക് നായയുമായി എത്തി സജീവ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. 2 വാഹനങ്ങളുടെ ചില്ലടിച്ചു തകർത്ത ഇയാൾ ഈ സമയം സ്ഥലത്തെത്തിയ പോലീസ് വാഹനം തന്റെ ജീപ്പ് ഉപയോഗിച്ച് ഇടിച്ചു തെറിപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. ന്യൂസ് 18 പുനലൂർ. കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും ചികിത്സ തേടി പോയിട്ടുണ്ടെങ്കിൽ അത്ര നല്ല അനുഭവമായിരിക്കില്ല നമുക്കുണ്ടായിട്ടുള്ളത്. പല ആശുപത്രികളും ഡോക്ടർമാരുമൊക്കെ കച്ചവട താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. കൃത്യസമയത്ത് ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകാം. എന്ന് കരുതി നിയമം കയ്യിലെടുക്കാനോ ആശുപത്രിയിൽ ആക്രമണം നടത്താനോ ഒരാൾക്കും അവകാശമില്ല കേട്ടോ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. കൊല്ലം കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ സംഘം കാട്ടിക്കൂട്ടിയ പരാക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരെയും മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ചികിത്സ വൈകിയെന്നാരോപിച്ചുണ്ടായ തർക്കമാണ് പിന്നീട് ആശുപത്രിക്കുള്ളിലെ സംഘർഷമായി മാറിയത്. കഴിഞ്ഞ ദിവസമാണ് കണ്ണനല്ലൂരിൽ കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ
ബൈക്ക് യാത്രികൻ കുളപ്പാടം സ്വദേശി അബ്ദുൾ റസാഖിനെ നാട്ടുകാർ ഹോളി ക്രോസ് ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി. പരിശോധനയിൽ യുവാവിന്റെ കാലിന് പൊട്ടലേറ്റതായി കണ്ടെത്തിയിരുന്നു. ഇതിനിടെ പരിക്കേറ്റ യുവാവിന്റെ പിതാവും സുഹൃത്തുക്കളും ആശുപത്രിയിലെത്തി. ചികിത്സ വൈകിയെന്നാരോപിച്ച പിതാവ് ഡോക്ടറോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് ഡോക്ടറുടെ മുഖത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അടിച്ചതായും പരാതിയിൽ പറയുന്നു. യുവാവിന്റെ സുഹൃത്തുക്കൾ അടിയന്തര വിഭാഗത്തിലേക്ക് ബലം പ്രയോഗിച്ച് കയറാൻ ശ്രമിച്ചത് സുരക്ഷാ ജീവനക്കാരനായ ജ്യോതി ബാബു തടഞ്ഞതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ജ്യോതി ബാബുവിനെ മർദ്ദിക്കുന്നത് കണ്ടെത്തിയ മറ്റ് സുരക്ഷാ ജീവനക്കാരും ആക്രമണത്തിനിരയായി. ഡോക്ടർ ഉൾപ്പെടെ 8ഓളം ജീവനക്കാർക്ക് പരിക്കേറ്റതായാണ് വിവരം. പരിക്കേറ്റ അബ്ദുൾ റസാഖിനെ പിതാവും ബന്ധുക്കളും ചേർന്ന് പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവമറിഞ്ഞ് കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി ആക്രമണത്തിൽ ഉൾപ്പെട്ട 2 പേരെ അറസ്റ്റ് ചെയ്തു. നെടുമ്പന സ്വദേശി ഉബൈദ, കണ്ണനെല്ലൂർ സ്വദേശി ഹാഷിം എന്നിവരാണ് പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. ജീവിതത്തിൽ മനുഷ്യർക്ക് ചില തെറ്റുകൾ സംഭവിക്കാം. അതിൽ മാപ്പർഹിക്കാത്ത കാര്യങ്ങളുണ്ട്. ചില കേസുകളിൽ പ്രാശ്ചിത്തം ചെയ്ത് തെറ്റുതിരുത്താം. അങ്ങനെ ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച 23-കാരൻ്റെ കഥയിലേക്ക്. പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പരാതിയിൽ യുവാവിനെ പോക്സോ കേസ് ചുമത്തി ജയിലിൽ അടച്ചതാണ്. പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ അയാൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതിജീവിതയെ വിവാഹം കഴിച്ചത് കണക്കിലെടുത്ത് യുവാവിനെതിരായ പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. 23-കാരൻ്റെ പേരിൽ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് നടപടി. കഴിഞ്ഞ ജൂണിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവാവിനെതിരായ കേസ്. പെൺകുട്ടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. എന്നാൽ തെറ്റായ കേസാണിതെന്നും ഇപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ താൻ വിവാഹം കഴിച്ചെന്നും കാട്ടിയാണ് യുവാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനെ പിന്തുണച്ച് അതിജീവിതയും സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ഇതോടെ 23-കാരനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ റദ്ദാക്കുകയായിരുന്നു. ാരനെതിരെ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിച്ച മുൻ ഉത്തരവുകൾ പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ച് നടപടി. ന്യൂസ് 18 കൊച്ചി. ബസ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നാടോടികളായ സ്ത്രീകൾ കവർച്ച ലക്ഷ്യമിട്ടാണ് ബസ്സുകളിൽ കയറുന്നത്. കൊല്ലം കൊട്ടിയത്ത് ബസ്സിലെ തിരക്കിനിടെ സ്ത്രീയുടെ ബാഗ് മോഷ്ടിച്ചത് അന്തർ സംസ്ഥാന മോഷ്ടാവായ യുവതിയാണ്. മറ്റൊരു മോഷണ ശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടിയ പ്രതിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. സമാനമായ 10ഓളം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കൗസല്യ. അവർ വ്യാജ മേൽവിലാസങ്ങൾ നൽകി പോലീസിനെയും കബളിപ്പിച്ചിരുന്നുവെന്നാണ് വിവരം. കോയമ്പത്തൂർ പാളയം മുക്കോണംകോവിൽ സ്വദേശിയായ കൗസല്യയാണ് അറസ്റ്റിലായത്. യാത്രക്കിടയിൽ ബസ്സിലെ തിരക്ക് മുതലെടുത്ത് തൃക്കരുവ സ്വദേശിയുടെ ബാഗ് മോഷ്ടിച്ച ശേഷം കൗസല്യ അടുത്ത സ്റ്റോപ്പിലിറങ്ങി. തുടർന്ന് കൊട്ടിയം കണ്ണനല്ലൂർ ബസ് സ്റ്റോപ്പിലെത്തിയ പ്രതി മറ്റൊരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു. സംശയം തോന്നിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി കൊട്ടിയം പോലീസിന് കൈമാറുകയായിരുന്നു.
പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ പക്കലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ആദ്യം മോഷണത്തിനിരയായ സ്ത്രീയുടെ വിലാസം ലഭിച്ചു. തുടർന്ന് ഇവരെ ബന്ധപ്പെട്ട് മോഷണം സ്ഥിരീകരിച്ച ശേഷം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സമാനമായ 10ഓളം കേസുകളിൽ പ്രതിയായ കൗസല്യ വ്യാജ മേൽവിലാസങ്ങൾ നൽകി പോലീസിനെ കബളിപ്പിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. തിരക്കേറിയ ബസ്സുകളിലും ആരാധനാലയങ്ങളിലുമെത്തി സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ പേഴ്സുകൾ മോഷ്ടിക്കുകയാണ് പ്രതിയുടെ രീതി. കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. അപരിചിതരായ ആളുകൾ വീട്ടിൽ വെള്ളം ചോദിച്ചും സഹായം ചോദിച്ചും എത്തിയാൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെ വരുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മോഷണവും തട്ടിപ്പുമൊക്കെ ലക്ഷ്യമിട്ടാകും ചിലർ വീടുകളിലെത്തുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി സ്വർണം കൊള്ളയടിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒറ്റപ്പാലം പത്തിരിപ്പാലയിലാണ് വെള്ളം ചോദിച്ചെത്തിയ മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ കാതിലെ കമ്മലും കഴുത്തിലെ മാലയും കവർന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ കഴുത്തിലെ മാലയും കവർന്നെന്നാണ് പരാതി. പത്തിരിപ്പാല പൂക്കാട്ടുകുന്നിൽ രാവിലെ 10:40ഓടെയാണ് മോഷണം നടന്നത്. പൂക്കാട്ടുകുന്ന് സ്വദേശി സ്വാമിനാഥന്റെ വീട്ടിൽ കയറിയായിരുന്നു മോഷണം. സ്വാമിനാഥന്റെ ഭാര്യ രുക്മിണിയുടെ ബന്ധുവായ 55-കാരി പ്രേമയും രുക്മിണിയുടെ മകളുടെ 2 വയസ്സു പ്രായമുള്ള കുട്ടിയും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വെള്ളം ചോദിച്ചെത്തിയ ആളാണ് കവർച്ച നടത്തി കടന്നുകളഞ്ഞത്. വെള്ളമെടുക്കാനായി വീടിനുള്ളിലേക്ക് കയറിയതും പ്രേമയെ മോഷ്ടാവ് പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി. പ്രേമയുടെ വായ് പൊത്തിപ്പിടിച്ച് ബലം പ്രയോഗിച്ച് കഴുത്തിലുണ്ടായിരുന്ന താലിമാലയും കാതിലെ 3 ഗ്രാം തൂക്കം വരുന്ന കമ്മലും മോഷ്ടിച്ചു. കഥക് തുറന്ന് നോക്കുമ്പോൾ ഒരാൾ വെള്ളം ചോദിച്ചപ്പോൾ ഒരു വെള്ളം ഞാൻ കൊച്ചു ഉറങ്ങാണ്, ഇപ്പോൾ വെള്ളം എടുക്കാൻ പറ്റില്ല, അടിച്ചിട്ട് വരിക പറഞ്ഞ് ഞാൻ വെള്ളം എടുക്കാൻ പോയത്. ബാക്കിൽ കൂടെ എന്നെ ഒരു ചവിട്ടി ഞാൻ ഉള്ളിൽ പോയി എൻ്റെ ബാക്കിൽ കൂടെ വന്നതായി വീണിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ ചേച്ചിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞെടുക്കുമ്പോഴേക്ക് ഫോൺ പിടിച്ചു വായ അടച്ച് പിടിച്ചത് തലയിൽ പിടിച്ചിട്ട് വലിച്ചിട്ട്. ബോധരഹിതയായി നിലത്ത് കിടന്ന പ്രേമയ്ക്ക് വീട്ടുകാരെത്തി തട്ടി വിളിച്ചപ്പോഴാണ് ബോധം തിരികെ കിട്ടിയത്. തുടർന്ന് കുട്ടിയെ പരിശോധിച്ചപ്പോഴാണ് കഴുത്തിലെ 1 പവൻ തൂക്കം വരുന്ന മാലയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. കാതിലെ കമ്മൽ വലിച്ചു പറിക്കുന്നതിനിടെ ഇടതു ചെവിക്ക് പരിക്കേറ്റ പ്രേമയെ കണ്ണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് പാഴൂരിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ സാമ്പത്തിക തർക്കമാണോ അതോ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? പ്രതി മുഹമ്മദ് ഇർഫാൻ പിടിയിലായതോടെ പല കേസുകൾക്കും തുമ്പുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന ഇർഫാന് വേണ്ടി തെരച്ചിൽ നടത്തുമ്പോഴാണ് ഇയാൾക്ക് പിടിവീണത്. നേരത്തെ പോലീസ് പ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ചാത്തമംഗലം കൂളിമാടിന് സമീപം പാഴൂർ മുന്നൂറിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ കാറിടിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് കാർ ഡ്രൈവർ പിടിയിലായത്. ചെറുവാടി ചേലപ്പുറത്ത് മുഹമ്മദ് ഇർഫാൻ എന്ന 22-കാരനാണ് മാവൂർ പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച ഉച്ചയോടെ നടന്ന അപകടത്തിനു ശേഷം മുഹമ്മദ് ഇർഫാൻ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് മാവൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച മുഹമ്മദ് ഇർഫാനു വേണ്ടി ഊർജിതമായ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്.
വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. അപകടത്തിൽ പരിക്കേറ്റ പഴംപറമ്പ് സ്വദേശികളായ തൻസീമും തൻസിലും ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരെയും കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മാവൂർ പോലീസിലും ഇവരുടെ സഹോദരൻ തൻസീഫിനെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മുക്കം പോലീസിലുമാണ് ഇർഫാനെതിരെ കേസ് നിലവിലുള്ളത്. ഇർഫാനും തൻസീഫും തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സഹോദരനെ മർദ്ദിച്ചതറിഞ്ഞ് ചോദിക്കാനെത്തിയ യുവാക്കൾ കാർ തടയാൻ ശ്രമിച്ചപ്പോൾ ഇടിച്ചു വീഴ്ത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ സാമ്പത്തിക ഇടപാടുകളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചാണ് SIT അന്വേഷണം. റോയ് ഒന്നിലധികം ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായി കണ്ടെത്തി. എന്നാൽ ആരെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടതെന്ന് വ്യക്തമല്ല. ദുബായിലെ ഇടപാടുകൾ സംബന്ധിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. റോയ് ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ബിസിനസ് രേഖകളും ദുബായിലായതിനാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുന്നിൽ 3 സാധ്യതകളാണുള്ളത്. റോയുടെ ബിസിനസ് ഇടപാടുകളുടെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ കാരണങ്ങൾ, IT വകുപ്പിന്റെ സമ്മർദ്ദം. എന്നാൽ ഇൻകം ടാക്സ് റെയ്ഡിൽ യാതൊരു വിധത്തിലും സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് SITയുടെ നിഗമനം. ദുബായിൽ നിന്നും ബംഗളൂരുവിലേക്കെത്തിയ റോയിയെ സ്വീകരിക്കാനെത്തിയ ഡ്രൈവറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മൊഴിയനുസരിച്ച് റോയിയെ സ്വീകരിക്കാൻ 2 ലക്ഷറി കാറുകളാണ് എത്തിയിരുന്നത്. ഒന്നിൽ അദ്ദേഹത്തിന്റെ ലഗേജ് കയറ്റി. അടുത്ത കാറിലാണ് റോയ് യാത്ര ചെയ്തത്. ഏകദേശം 20 ജോഡി വസ്ത്രങ്ങളും 10 ബ്രാൻഡഡ് ഷൂകളുമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഡ്രൈവറുടെ മൊഴിയനുസരിച്ച് റോയ് സന്തോഷത്തോടുകൂടിയാണ് തന്നോട് സംസാരിച്ചതെന്നും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നതായി തോന്നിയില്ലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ബംഗളൂരുവിലെ വീട്ടിൽ ചില നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഹലസൂരുവിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലാണ് റോയ് താമസിച്ചത്. ആ ദിവസങ്ങളിലെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ, സന്ദർശക ലിസ്റ്റ്, റൂം ബുക്കിംഗ് പേയ്മെന്റ് എന്നീ വിവരങ്ങൾ നൽകാൻ ഹോട്ടൽ മാനേജ്മെന്റിനോട് SIT നിർദ്ദേശിച്ചു. CJ റോയിയുടെ ഫോൺ കോൾ രേഖകളും സംഘം പരിശോധിക്കുന്നുണ്ട്. റോയ് നിരവധി ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ആരോടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ വിളികളുമായി ബന്ധപ്പെട്ട IP അഡ്രസ്സുകൾ സൈബർ സെല്ല് കണ്ടെത്തുകയാണ്. റോയ് 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കടബാധ്യതകളില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിലുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു വാങ്ങിച്ചുവെന്നും ഇത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നുമാണ് നിഗമനം. പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാകാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത്. റോയിയുടെ 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ ഡയറിക്കുറിപ്പ് കുടുംബത്തിന് ലഭിച്ചിരുന്നു. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നാണ് കുറിപ്പിൽ റോയ് എഴുതിയിരിക്കുന്നത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും എഴുതിയ റോയ് കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുതെന്നും കുറിപ്പിലുണ്ട്. ഇതോടെ റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതായാണ് സംശയിക്കുന്നത്. ആത്മഹത്യ നടന്ന ബംഗളൂരുവിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഡയറിയിലെ കുറിപ്പുകൾ മാത്രമാണ് കണ്ടെത്താനായിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകളൊന്നും ലഭിച്ചിട്ടില്ല. പ്രധാന ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബിസിനസ് രേഖകളും ദുബായിലാണുള്ളത്. അവ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ കുടുംബത്തോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുകയാണ്. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ CBI എത്തുമോ? SITയുടെ അന്വേഷണം വിശ്വാസയോഗ്യമാണോ? ഇങ്ങനെ പല ആക്ഷേപങ്ങളും അഭ്യൂഹങ്ങളും ഉയരുമ്പോൾ നിലവിലെ അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിക്കുന്നു. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ ആശങ്കയില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 90 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. ഇത് അന്വേഷണത്തെ ബാധിക്കില്ല. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അതിസങ്കീർണമായ കേസാണെന്നും
CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. SITയുടേത് വിശ്വാസയോഗ്യമായ അന്വേഷണമാണെന്നും അറസ്റ്റിലായി 90 ദിവസമായ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആശങ്കയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. യഥാസമയം കുറ്റപത്രം നൽകിയില്ലെന്നത് ആശങ്കപ്പെടുത്തുന്നില്ല. കൊലപാതകം, മർദ്ദനം എന്നീ കേസുകൾ പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഈ കേസിലേത്. കവർച്ചയുടെ ഓരോ കണ്ണികളും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേസിന്റെ വിചാരണ അതിസൂക്ഷ്മമായി നടത്തേണ്ടതുണ്ട്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ അന്വേഷണം പൂർത്തിയാക്കപ്പെടണം. SITയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണെന്നും ഹൈക്കോടതി പ്രശംസിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം. അതിസങ്കീർണവും അസാധാരണവുമായ കേസാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച. സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് CBIയിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നതെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, തന്ത്രി സമാജം, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. വ്യാഴാഴ്ച കോടതി വിധി പറയും. ഒരു കേസിൽ നേരത്തെ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. രണ്ടാമത്തെ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ പോറ്റി ജയിൽ മോചിതനാകും. ന്യൂസ് 18 കൊച്ചി. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ചില ആളുകളുണ്ട്. വീട്ടിലെ പോലെ ജോലി സ്ഥലത്തും വൈകാരികമായി പെരുമാറുന്നവർ കീഴ് ജീവനക്കാരോടും സഹപ്രവർത്തകരോടും പൊട്ടിത്തെറിക്കാം. എന്നാൽ പണ്ടത്തെ പോലെയല്ല. ജോലി സ്ഥലത്ത് സ്ത്രീകളോട് മോശമായി പെരുമാറിയാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പ് കൂടി ഒന്ന് മനസ്സിലാക്കണം. കൊല്ലം കുണ്ടറയിൽ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റിനോട് മോശമായി പെരുമാറിയ പോസ്റ്റ് മാസ്റ്റർക്കെതിരെ പരാതി. പുതിയ അക്കൗണ്ടുകൾ ചേർത്തില്ലെന്ന കാരണത്താൽ പണമടച്ചതിൻ്റെ രേഖകൾ വലിച്ചെറിഞ്ഞതായും അപമാനകരമായി സംസാരിച്ചതായും വനിതാ ഏജന്റ് കുണ്ടറ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പണവും രേഖകളും പോസ്റ്റ് മാസ്റ്റർ വലിച്ചെറിയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കുണ്ടറ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ അഞ്ജിത്തിനെതിരെയാണ് വെള്ളിമൺ സ്വദേശിയായ ജൂലിയറ്റ് പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഏജന്റ് രംഗത്തെത്തിയത്. പണമടയ്ക്കാനായി കൊണ്ടുവന്ന തുകയും രേഖകളും പോസ്റ്റ് മാസ്റ്റർ വലിച്ചെറിയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ ലിസ്റ്റാണ് എടുത്ത് കളഞ്ഞത്. എൻ്റെ പൈസയും എൻ്റെ ലിസ്റ്റും കൂടാണ് ഇവിടുത്തെ കുണ്ടറയിലെ മാസ്റ്റർ എടുത്ത് കളഞ്ഞത്, ഏജന്റിൻ്റെത്. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ലിസ്റ്റായി ഈ മനുഷ്യൻ്റെ അടുത്ത് കളഞ്ഞത്. മാസ്റ്റർ റൂമിൽ ചെന്ന് ആ ക്യാബിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ സാറേ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പുതിയ അക്കൗണ്ടിൻ്റെ കാര്യം എത്ര എണ്ണം പിടിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുതിയ അക്കൗണ്ട് ഒരെണ്ണം പിടിച്ചത്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് എനിക്കെല്ലാം സുഖമില്ല, ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞ് ക്ലാർക്കിനോട് പറഞ്ഞ് അവരുടെ പൈസയും ഇതെല്ലാം കൊടുക്കാൻ മതി തിരിച്ച്. അപ്പം ഞാൻ ആ ക്യാബിന് നിൽക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചപ്പം പറഞ്ഞ് ഇതെടുത്തുകൊണ്ട് കൊടുക്കത്തില്ല ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിവിടെ അടയ്ക്കാൻ കൊണ്ടുവന്നെങ്കിൽ ഞാനിത് അടച്ചേ പോകത്തുള്ളൂ. കാരണം നാട്ടുകാരുടെ പൈസ ഇല്ല, നമ്മൾ എത്രയോ വീടുകളിൽ കയറി നടന്ന് പിരിച്ച് മേടിച്ച് കൊണ്ടുവന്ന് അടയ്ക്കുന്ന പൈസ. ഞാൻ പറഞ്ഞ് ഇത് അടച്ചേ പോകത്തുള്ളൂ. അന്നേരം പെണ്ണുപിള്ള എങ്ങോട്ട് മാറി എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ ചിറങ്ങിങ്ങനെ മാറ്റിക്കൊണ്ട് ഇതെല്ലാം എടുത്ത് കുണ്ടറ പോസ്റ്റ് ഓഫീസിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റാണ് ജൂലിയറ്റ്. അതേസമയം പരാതിക്ക് പിന്നാലെ ഏജന്റിനെതിരെ പോസ്റ്റ് മാസ്റ്റർ നോട്ടീസ് പുറത്തിറക്കി. തന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നും ഏജന്റിന്റെ പെരുമാറ്റം മോശമായിരുന്നുവെന്നുമാണ് പോസ്റ്റ് മാസ്റ്ററുടെ വിശദീകരണം. വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ഒറ്റപ്പാലത്ത് രാവിലെ ഏവരെയും ആശങ്കപ്പെടുത്തിയൊരു ശബ്ദം കേട്ടു. ബോംബ് സ്ഫോടനത്തിന് സമാനമായ ഉഗ്ര ശബ്ദം. ആളുകൾ ഓടിക്കൂടിയപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ സമീപത്തു നിന്ന് പുക ഉയരുന്നു. സ്ഫോടക വസ്തുവിന് മുകളിലൂടെ ഓട്ടോറിക്ഷ കയറിയതാണ് പൊട്ടിത്തെറിക്ക് കാരണം. കാട്ടുപന്നിക്ക് വെച്ച പന്നിപ്പടക്കമാകാം പൊട്ടിത്തെറിച്ചതെന്നാണ് സംശയം.
സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു. മനീശ്ശേരി AUP സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സ്കൂളിന് വെറും 200 മീറ്റർ മാത്രം അകലെ വെച്ചാണ് സ്ഫോടനമുണ്ടായത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിലുണ്ടായിരുന്ന വസ്തുവിന് മുകളിലൂടെ ഓട്ടോയുടെ ടയർ കയറുകയായിരുന്നു. വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നും എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം വ്യക്തമായില്ലെന്നും ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ കുട്ടികളായിട്ട് വരികയായിരുന്നു. വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഓട്ടോ അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ വേറെ വണ്ടിക്ക് സൈഡ് കൊടുത്താണ്. സൈഡ് കൊടുത്തപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത്. ഞാൻ ആദ്യം വിചാരിച്ചതിൻ്റെ ടയർ കമ്പിയിൽ കൂടെ കയറി പൊട്ടിയതാണെന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ അതെല്ലാം ഉണ്ടായത് പന്നിപ്പടക്കാണ്. സൗണ്ട് കിട്ടുക. ആകെ പോകാൻ മഴയായിരുന്നു. ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ചെവി വെച്ചാൽ അടഞ്ഞു. ഇപ്പോൾ ഒന്നും കേൾക്കാത്ത രീതിയിലായി. ആരെ വെച്ച് എന്താ വെച്ചൊന്നും അറിയില്ല. കാട്ടുപന്നിക്ക് വെച്ച പന്നിപ്പടക്കമാകാം പൊട്ടിത്തെറിച്ചതെന്നാണ് സംശയം. സ്ഥലത്ത് ഒറ്റപ്പാലം പോലീസ് പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പത്തനംതിട്ട കുന്നന്താനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയെത്തിയ രോഗി തോക്ക് ചൂണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. വേഗം ചികിത്സിച്ചില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്നായിരുന്നു ഭീഷണി. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നന്താനം സ്വദേശി ലിനുവിനെയും എയർഗണ്ണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ പാർസലായി എത്തിയ 7 കിലോ കഞ്ചാവ് പിടികൂടി. സൗത്ത് പാവടി സ്വദേശികളും സഹോദരങ്ങളുമായ സഞ്ജയ്, രാഹുൽ എന്നിവർ പിടിയിൽ. തിരുവനന്തപുരം വർക്കലയിൽ ഇരുചക്രവാഹന മോഷ്ടാക്കളെ വാഹന ഉടമയും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. പിടിയിലായത് ഇടുക്കി സ്വദേശി രാഹുൽ, വക്കം സ്വദേശി വിഷ്ണു എന്നിവർ. അമ്മ വളർത്തിയ മകനാണ് ഞാൻ. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു മഹാൻ പറഞ്ഞ ഡയലോഗാണിത്. എൻ്റെ പൊന്ന് ചങ്ങാതി, നിങ്ങൾ മാത്രമല്ല, മക്കളെല്ലാം അമ്മയുടെ കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിച്ച് വളർന്നു വന്നവരാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ സ്വന്തം അമ്മയുടെ മുഖം എത്ര പേരുടെ മനസ്സിൽ വരും? അമ്മയെക്കുറിച്ച് ഓർത്താൽ ഒരു പെണ്ണിനോട് മോശമായി പെരുമാറാനോ അവരെ വേട്ടയാടാനോ തോന്നുമോ? കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്ത ഒരു യുവാവിനെക്കുറിച്ച് അറിയണം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി പഠിക്കുന്ന സ്കൂളിലും പോകുന്ന വഴികളിലും അയാൾ പതിവായി എത്തും. വിവാഹം കഴിക്കണമെന്ന് പറയും. ഭയം കാരണം അവൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും പേടിയായി. അങ്ങനെ അവളുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. പലതവണ കുടുംബവും പോലീസും അയാൾക്ക് താക്കീത് നൽകിയതാണ്. ശല്യം പതിവായതോടെ തളിപ്പറമ്പ് സ്വദേശി ഷാനിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ്. ഒരാളെ പ്രണയിക്കുന്നതിനെ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്നും ചിന്തിക്കേണ്ടേ? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നാലെ നടക്കുന്നത് തോന്നിയാസല്ലേ? നിങ്ങളെ വേണ്ടാത്തവരുടെ പിന്നാലെ നടന്ന് എന്തിന് ശല്യം ചെയ്യണമെന്ന് സ്വയം ആലോചിക്കുക. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.